അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ മുഹറം 10 ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണല്ലോ മുഹറം 10. ആ മുഹറം 10 നോമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്കറിയാം. വളരെ പ്രധാനമാണ് മുഹറം 10 നോമ്പ്. എന്നാൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരു മനോഹരമായ സുന്നത്ത് പലപ്പോഴും പലർ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പ്രധാനമാണ് ആ ദിവസത്തിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഒരു പ്രവർത്തനം. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മൻ വസ്സ അലാ ഇയാലി യൗമ അശുറാ വസ്സ അല്ലാഹു അലൈഹി സായിറ സനതി. ആശുറാ ദിനത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത നൽകുന്നവന് അള്ളാഹു ആ വർഷം മുഴുവനും വിശാലത നൽകും. സഹോദരങ്ങളെ, ഈ വിശാലത എന്നതുകൊണ്ട് വലിയ വിരുന്നോ ആർഭാടമോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് സാധാരണ ദിവസത്തേക്കാൾ ഒരു നല്ല ഭക്ഷണം, കുടുംബത്തിൽ സന്തോഷം, മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി, ഭാര്യയുടെ മനസ്സിലൊരു സന്തോഷം, കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നാം ചെലവഴിക്കുന്ന കുറച്ച് സ്നേഹ സന്തോഷ നിമിഷങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് വീടുകളിൽ ഇന്ന് ഭക്ഷണത്തിന് കുറവില്ല, പക്ഷേ സ്നേഹത്തിന് കുറവുണ്ട്. പണത്തിന് സമ്പത്തിന് കുറവില്ല, പക്ഷേ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം കുറവാണ്. ആശുറാ ദിനം നമ്മോട് പറയുന്നത് ഇതാണ്: നിന്റെ വീട്ടുകാരെ നീ സന്തോഷിപ്പിക്കൂ, അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കും. ഈ ഹദീസ് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൂരി റഹിമഹുല്ല പറയുന്നു, പുണ്യനബിയുടെ ഈ ഹദീസ് ആശുറാ ദിനത്തിൽ കുടുംബത്തിന് വിശാല നൽകിയാൽ അക്കൊല്ലം മുഴുവനും അള്ളാഹു വിശാല നൽകുമെന്ന് പുണ്യനബിയുടെ ഹദീസ്. അതിനെ ഞങ്ങൾ പ്രവർത്തിച്ച് പരീക്ഷിച്ചിട്ട് 50 വർഷത്തോളം ഈ അമൽ ഞങ്ങൾ പരീക്ഷിച്ചിട്ട് നന്മയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അപ്പൊ ചിന്തിക്കൂ, ഒരു ബാപ്പ, ഒരു പിതാവ് തൻ്റെ മക്കൾക്കായി നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങി വരുന്നു. ഒരു ഭർത്താവ് കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ വീട്ടിലേക്ക് മലക്കുകൾ, റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും നിങ്ങളിൽ നിന്ന് ഉത്തമൻ സ്വന്തം കുടുംബത്തോട് നന്മ ചെയ്യുന്നവരാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ പുറത്തുള്ളവരോട് വല്ലാത്ത സ്നേഹമായിരിക്കും, വല്ലാത്ത സന്തോഷമായിരിക്കും, പുഞ്ചിരിക്കും. എന്നാൽ വീട്ടിലെത്തിയാൽ മുഖം ചുളിക്കും. പുറത്തുള്ളവർക്ക് സമ്മാനം നൽകും, എന്നാലോ സ്വന്തം മക്കളുടെ ആഗ്രഹങ്ങൾ മറക്കും. ഇസ്ലാം ആദ്യം പഠിപ്പിക്കുന്നത് കുടുംബത്തെ സന്തോഷിപ്പിക്കാനാണ്. ആശുറാ ദിനത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷമുണ്ടാക്കൂ. ഭാര്യയെ സന്തോഷിപ്പിക്കൂ, മക്കളെ സന്തോഷിപ്പിക്കൂ, നല്ല ഭക്ഷണം സ്നേഹത്തോടെ കഴിക്കൂ, അവർക്കിഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കൂ. ഒരു മിഠായി പോലും നല്ല നീയത്തോടെ വാങ്ങിക്കൊടുക്കുമ്പോൾ അക്കൊല്ലം മുഴുവനും റബ്ബിൻ്റെ അനുഗ്രഹം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സന്ദർശിക്കൂ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൂ. കാരണം സന്തോഷം പങ്കുവെക്കുന്ന വീടുകളിലാണ് ബർക്കത്തുണ്ടാകുന്നത്. അള്ളാഹു നമ്മുടെ വീടുകളിൽ റിസ്കിൻ്റെ വിശാലതയും മനസ്സുകളുടെ ഐക്യവും മക്കളുടെ നന്മയും എല്ലാം ഒത്തടങ്ങിയ ദീനിൻ്റെ ബറക്കത്തും വർഷം മുഴുവനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
അതുകൊണ്ട് ഈ സുന്നത്ത് സ്വന്തം വീട്ടുകാർക്ക് നല്ല ഭക്ഷണം സന്തോഷത്തോടെ വാങ്ങിക്കഴിക്കാനുള്ള ഒരവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവർക്ക് കഴിവിൻ്റെ പരമാവധി സമാധാനത്തിൻ്റെ വാക്കുകൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക. അള്ളാഹു ഇത്തരത്തിലുള്ള നന്മകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്മയുള്ളവരിൽ ഉൾപ്പെടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.